കുറേ ദിവസമായിട്ട് ഈ താടിക്കും കൈ കൊടുത്തിരിക്കലാണ് ട്ടോ എൻ്റെ പണി. എൻ്റെ മാത്രമല്ല, ഇപ്പൊ ഏകദേശം വീട്ടമ്മമാരുടെ പണി ഇത് തന്നെയായിരിക്കും, എനിക്കറിയാം. ഇതൊരു കഷ്ടമാണ് ഇല്ല, ഇങ്ങനെ അടുപ്പിച്ച് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ. ഇങ്ങനെ പോയാൽ എന്താ ചെയ്യാ? ഇന്നും ഇതന്നെ അവസ്ഥ. നല്ല വെയിൽ കണ്ട് പുറത്ത് കൊണ്ടുപോയി ഉണക്കാനിട്ടതാണ് ഡ്രസ്സൊക്കെ. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതാ വൻ മഴ. ഇത് കണ്ടോ, ഈ ചാക്ക് പോലത്തെ മോന്റെ കരാട്ടേന്റെ ഡ്രസ്സൊക്കെ ഉണ്ട്. ഇതൊക്കെ എങ്ങനെ ഉണങ്ങി കിട്ടുമെന്ന് എനിക്കറിയില്ല. അലമാരയിലാണെങ്കിൽ ഇടാണ്ട് വെച്ചിരുന്ന ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞു. റൂമിലും അടുക്കളയിലും എന്ന് വേണ്ട എല്ലാ സ്ഥലത്തും അയൽ കെട്ടി നിറച്ചിട്ടുണ്ട്. ഇതാ അയലിൽ ഇത്രത്തോളം ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്. ഈ അയലിനെങ്ങാനും ജീവൻ ഉണ്ടെങ്കിൽ 4 തേറിയും പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയാൽ. ഇങ്ങനെ പോയാൽ എന്താ ചെയ്യാല്ലേ? പെരും മഴയ്ക്ക് ശേഷം കണ്ടോ, ഇതാ പുറത്തേക്കൊന്ന് നോക്കിയാൽ നല്ല അടിപൊളി വെയിൽ. ഇത്രയും നേരം തിമിർത്ത് മഴ പെയ്തെന്ന് ആരെങ്കിലും കണ്ടാ പറയൂ? കുറുക്കനോ നരിയോ സിംഹോ കടുവയോ ആര് വേണമെങ്കിലും കല്യാണം കഴിച്ചിട്ട് ഒരു പ്രശ്നമില്ല. നമ്മളിട്ട് ഇങ്ങനെ ഇടങ്ങേറാക്കണോ? നിങ്ങൾ കല്യാണം കഴിച്ചോ? ഞങ്ങൾക്ക് മാത്രം കുടുംബം കുട്ടിയായിട്ട് ജീവിച്ചാൽ പോരല്ലോ, നിങ്ങൾക്കും ജീവിക്കണല്ലോ. ആയിക്കോട്ടെ. ഒന്നില്ലെങ്കിൽ മഴയുള്ള സമയത്ത്, ഒന്നില്ലെങ്കിൽ വെയിലുള്ള സമയത്ത്, ഈ രണ്ടും കെട്ട സമയത്ത് തന്നെ കല്യാണം കഴിക്കണം. നിങ്ങൾക്ക് എന്താ ഇത്ര നിർബന്ധം? അല്ല, അറിയാത്തോണ്ട് ചോദിക്കാം. അല്ല, ചോദിച്ചു പോന്നതാ. കുറച്ച് കഷ്ടപ്പാടുണ്ടേ. 1-2 തുണിയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ഒരാഴ്ചത്തെ 2 ആഴ്ചത്തെ തുണിയാണുള്ളത്. കൊണ്ടിടുക, എടുത്തു വെക്കുക, എടുത്തു വെക്കുക, കൊണ്ടിടുക, കൊണ്ടിടുക, എടുത്തു വെക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന പോലെ ഈ പെയ്തോണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലായി. അങ്ങനെ അങ്ങ് നിർത്താനൊന്നും ഉദ്ദേശമില്ല അല്ലേ? ആയിക്കോട്ടെ, നിന്റെ ഇഷ്ടം പോലെ ആയിക്കോ. പെയ്തോ, ഇഷ്ടം പോലെ പെയ്തോ, നിനക്ക് തിരുപ്പതി ആവട്ടെ. ഈ പണ്ടാരം പിടിച്ച മഴ കൊണ്ടുണ്ടല്ലോ, എനിക്ക് വയനാട്ടിലൊരു പൊരേക്കൂടൽ ഉണ്ടായിരുന്നു. അതിന് വരെ പോകാൻ പറ്റിയിട്ടില്ല. പൊരേക്കൂടലിന് ക്ഷണിക്കാൻ വേണ്ടി ഉമ്മച്ചി വിളിച്ചപ്പോൾ പ്രത്യേകിച്ച് എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വെള്ളപ്പൊക്കത്തിൽ കുഞ്ഞു മോനെയും കൊണ്ട് എവിടെയും പോകാൻ പറ്റാത്ത സമയത്ത് നിന്നെ ഞാനാടി നോക്കിയത് നന്ദിയില്ലാത്തോളെ, അത് ഓർമ്മയുണ്ടെങ്കിൽ നീ വരുന്നു. എന്നാൽ ആ സമയത്ത് ഞാൻ പ്രസവിച്ച് കിടക്കായിരുന്നു അങ്ങ് വയനാട്ടിൽ. എവിടേക്കെങ്കിലും പോകാൻ പറ്റുമോ? അകത്തും വെള്ളം, പുറത്തും വെള്ളം, ചുറ്റിനും വെള്ളം. ഈ 2 മാസം മാത്രം പ്രായമായ കുഞ്ഞിനെയും കൊണ്ട് എങ്ങോട്ടേക്ക് പോകാന്നൊരു എത്തും പിടിയില്ലാണ്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. ഇങ്ങനെയാണ് ഉമ്മച്ചീൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. ഓ, അതൊക്കെ ഒരു കാലം. അതൊന്നും ചത്താലും മറക്കാൻ പറ്റില്ല. അങ്ങനെ പൊരേക്കൂടലിന് എന്തായാലും അമ്മ പോയിട്ടുണ്ട്. വയനാടാണെങ്കിലും കാസർഗോഡാണെങ്കിലും കണ്ണൂരാണെങ്കിലും അവിടെ ഇവിടെ എവിടെയൊക്കെ മഴയ്ക്ക് ഒരു കുറവില്ല എന്നാണ് കേട്ടത്. ലാ 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 ലാ. ദാ ഇത് കണ്ടോ, ഇതാണിപ്പോ അവസ്ഥ. എവിടെ പോയാലും എവിടെ ഇരുന്നാലും ഇതന്നെ. എന്തിനധികം പറയുന്നു, അലക്കുമ്പോഴും അടിച്ചു വാരുമ്പോഴും പാത്രം കഴുകുമ്പോഴും വരെ ഇതാണ്. തുടരും സിനിമ കണ്ടു വന്നിട്ട് 2 ദിവസം ആവുന്നേ ഉള്ളൂ. അതിന്റെ ഹാങ് ഓവറാ. ലാലേട്ടന്റെ ആ സിഗ്നേച്ചർ സ്റ്റെപ്പൊക്കെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേണ്ട വിചാരിച്ചു. എന്തിനാ നിങ്ങളെ അങ്ങനെ ഇതാ ഗാനമേളയും കഴിഞ്ഞു. ഏകദേശം അതാ മഴയും തോർന്നിട്ടുണ്ട്. ഇതാ ഇവിടുത്തെ അവസ്ഥ കണ്ടോ, മുറ്റം നിറയെ വെള്ളം. ഇത്രയൊന്നും അല്ലട്ടോ ഇവിടെ വെള്ളം ഉണ്ടാവാതെ, ഈ സ്റ്റെപ്പ് വരെ വെള്ളം ഉണ്ടാവുകയെ. പക്ഷെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് തോണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നേ. നമ്മളൊരു ചെറിയ വഴിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം അതിലൂടെ അങ്ങ് പോകുന്നുണ്ട്. എന്നാലും ഇതാ ഈ വെള്ളം ഇവിടെ സ്ഥിരമായിരിക്കും. നിരന്ന സ്ഥലമായതുകൊണ്ട് തന്നെ വെള്ളം പോകാനൊരു സ്ഥലമില്ല. അങ്ങനെ പിന്നെ എന്തെങ്കിലും എന്റർടൈൻമെന്റ് ഒക്കെ വേണ്ടെന്ന് വിചാരിച്ച് കുറച്ച് കടലാസ് എടുത്തോണ്ട് വന്ന് തോണി ഉണ്ടാക്കി. എന്തായാലും പുഴ പോലെ കിടക്കല്ലേ മുറ്റത്ത് വെള്ളം, ഇതെങ്കിലും നടക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ ഫസ്റ്റത്തെ തോണി റെഡി. അങ്ങനെ ഇതാ മൊത്തം 4 തോണിയാണ് ഇട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി എന്താ പണി? ഒന്നുമില്ല, നേരെ അങ്ങോട്ട് പോവാ. പുഴയിൽ ഒഴുക്കണ്ടേ? അങ്ങനെ ഞാനും എൻ്റെ ചെക്കനും കൂടെ തോണികളെല്ലാം കൂടി പെറുക്കിയെടുത്ത് നേരെ പോയി. എന്ത് രസമല്ലേ ഇതൊക്കെ. എനിക്ക് പക്ഷേ ഈ വെള്ളമൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോഴേ, പണ്ട് ചെറുപ്പത്തിൽ എൻ്റെ വയനാട്ടിലെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വെള്ളപ്പൊക്കം ആകുമ്പോൾ പെട്ടെന്ന് വെള്ളം കയറും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ വീഡിയോയിൽ, പുഴേൻ്റെ സൈഡിൽ തന്നെയല്ല. അപ്പോൾ പെട്ടെന്ന് വെള്ളം കയറുന്ന സമയത്ത് ഒരാഴ്ചത്തേക്കൊക്കെ ആ വെള്ളം ആ ഫ്രണ്ടിലും ഉമ്മറത്തൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇല്ലേ, ഒരുപാട് വെള്ളം കയറുന്ന സമയത്ത് അകത്തേക്കൊക്കെ വെള്ളം കയറുമ്പോണ്ടല്ലോ, പണ്ട് ചെറുപ്പത്തിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, നമ്മുടെ വീട്ടിലുള്ള ഈ പുട്ടും കുറ്റിയും ബക്കറ്റും പാത്രങ്ങളൊക്കെ ഇങ്ങനെ ഒഴുകി പോകുന്നത് കാണാം. പിന്നെ ഞങ്ങൾ എന്താക്കും, ഞങ്ങൾ കുട്ടികളെല്ലാവരും കൂടെ പിറ്റേ ദിവസം സ്കൂളിലായിരിക്കും താമസിക്കുകയൊക്കെ, ക്യാമ്പിലായിരിക്കും. അങ്ങനെ താമസിച്ച് പിറ്റേ ദിവസം വരുമ്പോഴാണ് ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഒഴുകി പോകുന്നൊക്കെ കാണുന്നത്. കുറേ സാധനങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ വയലായിരുന്നു പണ്ടൊക്കെ. ഇപ്പോഴാണ് അവരുടെ ബിൽഡിങ്ങൊക്കെ വന്നത്. ആ വയലായിരുന്ന സമയത്ത് കുട്ടികളെല്ലാവരും കൂടെ നീന്തിയിട്ട് പോയിട്ട് ഓരോ സാധനങ്ങൾ എടുത്തിട്ട് വരും. എന്നിട്ട് പറയും, ഇതെൻ്റെതാ, ഇതെൻ്റെ വീട്ടിലെയാ, ഇത് അവൻ്റെ വീട്ടിലെയാ എന്നൊക്കെ പറഞ്ഞിട്ട് അവനവൻ്റെ സാധനങ്ങൾ നോക്കിയെടുക്കുകയായിരുന്നു ചെയ്യുക. ഇപ്പോഴല്ല, കുറേ മുന്നേ കേട്ടോ, ചെറുപ്പത്തിലായിരുന്ന സമയത്താണേ പറയുന്നത്. ഇപ്പോഴും വീട്ടിൽ വെള്ളമൊക്കെ കയറും. പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കയറുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ പ്രിപ്പറേഷൻ തുടങ്ങും. അമ്മ ഏകദേശം സാധനങ്ങളൊക്കെ എടുത്ത് അട്ടത്തേക്ക് ഇടും കേട്ടോ. അതുകൊണ്ട് അങ്ങനെ സാധനങ്ങളൊന്നും ഒലിച്ചു പോകാറൊന്നുമില്ല. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് വെള്ളമൊക്കെ കയറുക. ഒരു ഉരുൾപൊട്ടലൊക്കെ വന്നിട്ടുണ്ടെങ്കിലോ രാത്രി, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാനും അമ്മ ഇങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് പുറത്ത് രാത്രിയാ, പുറത്തിങ്ങനെ ഭയങ്കര ഒച്ച കേൾക്കുന്നുണ്ട്. എന്താ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, ലക്ഷ്മി ലക്ഷ്മി മോളെ എന്നൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പം എന്തോ ഒരു സൗണ്ട് കേട്ട് ഞാനും അമ്മ എണീറ്റ് കട്ടിൽ നിന്ന് കാല് കുത്തിയപ്പോൾ നിറയെ വെള്ളം. പിന്നെ ഞങ്ങൾ ആകെ പേടിച്ചു. പിന്നെ വാതിലാണെങ്കിൽ തുറക്കാനും പറ്റണില്ല.
പിന്നെ ആരൊക്കെയോ വന്നു, പോലീസുകാരോ ആരൊക്കെയാണോന്നറിയില്ല. പിന്നെ എന്നെയും എൻ്റെ അമ്മേനെയും വന്ന് പൊക്കിയെടുത്ത് കൊണ്ടുപോയതാണ് ഓർമ്മ. വെള്ളം കേറുന്നതല്ല, അത് കേറിക്കഴിഞ്ഞിട്ട് വീടിൻ്റെയും ചുറ്റുപാടിൻ്റെയും ഒക്കെ ഒരു അവസ്ഥയുണ്ടല്ലോ, അതാണ് ഭയങ്കരം. അതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലൊരു പെടച്ചിലാണ്. മഴയായാൽ പിന്നെ പറയണ്ടല്ലോ. ചുരം കയറിയിട്ടാണെങ്കിൽ ഇങ്ങോട്ടേക്കും വരാൻ പറ്റൂല, ചുരം ഇറങ്ങിയിട്ടാണെങ്കിൽ അങ്ങോട്ടേക്കും പോകാൻ പറ്റൂല. അങ്ങനെ പറഞ്ഞ് പണ്ടത്തെ കഥയിലേക്ക് പോയില്ലേ. എന്നാ ശരി, ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബാക്കി തോണിയൊക്കെ അവർ രണ്ടാളും കൂടെ തുഴയട്ടെ, അല്ല ഒഴുക്കട്ടെ.